ഈ കോൺഗ്രസ്സുകാരുടെ ഏറ്റവും വലിയ ഒരു ആരോപണം ജി എപ്പോഴും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ്. ജിക്ക് നാട്ടിലിരിക്കാൻ നേരമില്ല, ജിയെ കാണാനില്ല. രാഹുൽ ജി കൂടുതൽ സമയം വിദേശത്താണ്. അല്ല, ജി ഇങ്ങനെ നാട്ടിലിരിക്കാൻ സമയമില്ല. ഏതാ? മോദിജി. പക്ഷേ ഇപ്പൊ നമ്മുടെ രാഹുൽജിയെ കാണാനില്ല. എതിലേ പോയി? മോദിജി ഓരോ രാജ്യത്തും പോയിട്ട് വരുമ്പോൾ അവിടെ നിന്ന് ഒരു മിനിമം 10,000 കോടിയെങ്കിലും ഇന്ത്യക്ക് നേട്ടം ഉണ്ടാകുന്ന ഒരു കാര്യം ഒന്നും കൊണ്ടുവരും. ഈ ജി എവിടെ പോകണമെന്ന് ആർക്കും പറഞ്ഞും കൂടാ. ഈ ജി ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് പോകുന്നത്? വിദേശ പര്യടനത്തിന് പോകണം. അദ്ദേഹം എങ്ങോട്ട് പോകുന്നു, എതിലേ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ സംഘർഷം ഇന്ത്യയിൽ എന്തെങ്കിലും വലിയ ഗുരുതരമായ പ്രശ്നം നടക്കുന്ന സമയത്ത് ഇദ്ദേഹം കാണില്ല. ഇല്ല, അതാണ് എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞും കൂടാ. ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം തന്നെ പറയാം. വയനാട്ടിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായി. ഈ മണ്ണിടിച്ചിലിൽ 8 പേര് മരിച്ചു. ഒരു വലിയ പ്രൊജക്റ്റ് അപ്പാടെ ഇല്ലാതായി. ഈ MP, അതായത് പ്രിയങ്ക ഗാന്ധിയും സഹോദരനായിട്ടുള്ള ഈ രാഹുൽജിയും പ്രതിപക്ഷ നേതാവാണ്. ഇവിടെ കാണാനേ ഇല്ല. അങ്ങേര് കഴിഞ്ഞ വയനാട് MP ആണ്, ഇപ്പം സഹോദരിയാണ്. ഇവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അല്ല, ഇത് ഒരു വലിയ ദുരന്തമാണ്. കാരണം മാത്രമല്ല, ഇവരെപ്പോഴും ഈ തെക്കേ ഇന്ത്യ എന്ന് പറയുന്നത് തങ്ങൾക്ക് ജയിക്കാനുള്ള സുരക്ഷ താവളമായിട്ട് കാണാറുള്ളൂ. അത്രേ ഉള്ളൂ. എപ്പോഴും അങ്ങനെയാണ്. ചിക്കമംഗളൂരിൽ വന്ന് ഇന്ദിരാഗാന്ധി മത്സരിച്ചു. അപ്പോൾ 77 പരാജയപ്പെട്ടു. അതായത് 77 അവർ ഒരാൾ രാജിവെച്ച് കൊടുത്തിട്ട് ചിക്കമംഗളൂരിൽ മത്സരിച്ച് ജയിച്ചു. എന്നിട്ട് അയോഗ്യമാക്കി എന്നുള്ള വേറെ കാര്യം. എങ്ങനെ ജയിച്ചു? അതിന് 80 റായ്ബറേലിയിൽ വീണ്ടും മത്സരിച്ചു. അന്ന് ആന്ധ്രാപ്രദേശിലെ മേടക്കിൽ കൂടെ അവർ മത്സരിച്ചു. എന്നിട്ട് രണ്ടിടത്ത് ജയിച്ചു. റായ്ബറേലിൽ മേടക്ക് ജയിച്ചു, മേടക്ക് അങ്ങോട്ട്. അല്ല, ഇവിടെ രാഹുൽ ഗാന്ധി അത് തന്നെയല്ലേ? രാഹുൽജി അത് തന്നെ ചെയ്തത്. അത് ആദ്യം പുള്ളി അമേഠിയിൽ മത്സരിച്ച് തോറ്റ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് ഒരു തവണ MP ആയിട്ടിരുന്നു അല്ലേ? അതെ. ഇത്തവണ മത്സരിച്ചു, പുള്ളി ജയിച്ചു. അപ്പുറത്തും അപ്പം പുള്ളി ജയിച്ചു. അതുകൊണ്ട് പകരം സഹോദരിയെ കൊണ്ട് ഇറക്കി നിർത്തി. അപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യ ഒട്ടാകെ വലിയ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ മറ്റേ പാറ്റകട സമരം, പിന്നെ വലിയ പ്രശ്നം. പുള്ളി ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്ന എങ്ങോട്ടാന്ന് ആർക്കും അറിയത്തില്ല, കോൺഗ്രസ്സുകാർക്കും അറിയത്തില്ല. മാത്രമല്ല, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധി ലോക്സഭ പ്രതിപക്ഷ നേതാവാണ്, ക്യാബിനറ്റ് റാങ്കുള്ള ആളാണ്, ഒരു ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ആളാണ്. അയാൾ എവിടെ പോകണമെന്ന് ആർക്കും അറിഞ്ഞുകൂടാന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ ഇവർക്ക് വിദേശത്ത് പോകുമ്പോൾ ഇവരെ അംഗരക്ഷകരെ കൂടെ കൊണ്ടുപോകും. കാരണം ഇവരെ സുരക്ഷ നോക്കണമല്ലോ. ഈ രാഹുൽ ജി നിഷേധിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് സുരക്ഷ വേണ്ട, അംഗത്തിന് പോവാണ്. അപ്പോൾ അംഗരക്ഷകരെ കൊണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല. കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അറിയില്ല. അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. നമ്മുടെ ശശി തരൂരിനെ പോലെയാണ്. വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ട്. ആ സുഹൃത്തുക്കളുമായിട്ട് അദ്ദേഹം ഇങ്ങനെ അവധിക്കാലം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് സാധാരണ പോകാറുള്ളത്. ഇന്ന് അമിത് മാളവ്യ അല്ലേ, BJPയുടെ വക്താവാണ്. അദ്ദേഹം ഇന്ന് ചോദിച്ചു, ഈ രാഹുൽ ഗാന്ധി എവിടെ പോയേക്കും, ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു. ചോദിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് വന്നിറങ്ങി വന്നു. കാരണം ഇവിടെ നിന്ന് എനിക്കൊന്ന് ആൾ വിളിച്ച് പറഞ്ഞു, ഇനി അപകടമാണ്, കാരണം ഇത് BJP ഏറ്റെടുത്ത് കഴിഞ്ഞു. അല്ല, ഇതൊരു വളരെ വിചിത്രമാണ്. കാര്യം രാഹുൽ ഗാന്ധി അത്ര ചെറിയ പയ്യനല്ല, നമ്മൾ ഓർത്തോണം. രാഹുൽ നല്ല പ്രായമുള്ള ആളാണ്, 58 വയസ്സുണ്ട്. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെയുള്ള ഒരാൾ, അത് നെഹ്റു കുടുംബത്തിന്റെ, അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതിന്റെ CEO ആയാലും MD പദവി ഇരിക്കേണ്ട ആളാണ് പുള്ളി. പുള്ളിക്ക് പാർട്ടി പ്രസിഡന്റ് ആവാനും വയ്യ, എന്നാൽ പാർട്ടിയിൽ എല്ലാ കാര്യങ്ങളും പുള്ളി ഇടപെടുകയും ചെയ്യും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി ആ ജോലികൾ നിർവഹിക്കേണ്ടത് നേരെ ജോലി. ഇതിപ്പോ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്ക് വിദേശ സന്ദർശനം പതിവാണ്. ഈ അങ്ങനെ പോകുന്ന അദ്ദേഹമാണ് നല്ല കാര്യത്തിന് പോകുന്ന മോദിയെ കളിയാക്കുന്നത്. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ വേറെ, ജി എവിടെ പോയി, ജി എന്തിനു പോയി എന്ന് പറഞ്ഞാണ് ഇവരുടെ ബഹളം. ഇപ്പോഴാണ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത്, ഈ ജി എവിടെ പോയതാ? അല്ല, ഈ നരേന്ദ്രമോദി പോകുമ്പോൾ എവിടെ പോകുന്നുള്ള കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം സെക്യൂരിറ്റിക്കാരെല്ലാം സംവിധാനമാണ് പോകുന്നത്. മറ്റേ എവിടെ പോകണമെന്ന് ആർക്കും അറിയില്ല. ഇയാൾ എംബസി അറിയിക്കുന്നുണ്ടെന്ന് ആർക്കറിയാം? എംബസികൾ അറിയിക്കേണ്ടത് ഒരു ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാരെയാണ്, ക്യാബിനറ്റ് റാങ്കുള്ള ആളാണ്. അപ്പോൾ ചിലപ്പോൾ തീർച്ചയായിട്ടും അവർ സ്വീകരിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു അതൊന്നും പുള്ളി അക്സെപ്റ്റ് ചെയ്യില്ലായിരിക്കും. ഇവിടെ ടിക്കറ്റ് എടുത്ത് നേരെ ഇവിടെ നിന്ന് ഒറ്റ വലിയലാണ്. ജി ഒരിക്കൽ ഒരു സുഹൃത്തുമായിട്ട് കേരളത്തിൽ വന്നേ ഓർക്കുന്നു. കുമരകത്ത് വന്ന് പോലീസ് കാവലിൽ ജി സുഹൃത്തുമായിട്ടൊരു റൂമിനകത്ത് കഴിഞ്ഞു. ഇവിടെ യാതൊരു പ്രശ്നവും ആർക്കും ഉണ്ടായില്ല. ജിയുടെ സൗഹൃദങ്ങൾ അദ്ദേഹം വലിയ വില കൽപ്പിക്കുന്ന ആളാണ്. ജി ഇങ്ങനെയുള്ള പരിപാടിക്കാണ് പോകുന്നത്. പക്ഷേ ഇങ്ങനെ പോകുന്ന ജിയുടെ അനുയായികൾ ഒരു കാര്യം ചെയ്യണം. ഈ നരേന്ദ്രമോദിയെ പോലെയുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോലെയുള്ള ആൾക്കാർ വിദേശ സന്ദർശനത്തിന് പോകുമ്പോൾ അത് എന്തിനു പോയി, എതിലേ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് പോയി 10 ദിവസം കഴിഞ്ഞ് നാട്ടിൽ വരും. നാട്ടിൽ വന്നിട്ട് നേരെ എന്തോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞിറങ്ങും. SIR സംശയമുണ്ട്. ഈ സംശയത്തിന്റെ മുന ഇവിടോട്ട് പൊട്ടിച്ചിട്ടേച്ച് പുള്ളി ഒരൊറ്റ വിടിയില്ല. അതാണ് ഇവിടെ സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഇക്കാര്യം ശ്രദ്ധിക്കണം. കാരണം ഇത് ഞങ്ങൾ ഏറ്റുമുട്ടാൻ പോകുന്നത് BJPയോട് നരേന്ദ്രമോദി എന്നുള്ള ഭയങ്കര ശക്തരായ 2 പ്രസ്ഥാനങ്ങളോടാണെന്നുള്ള കാര്യം അവരെപ്പോഴും ഓർക്കുന്നില്ല. ഈ രാഹുൽ ഗാന്ധിയെ എവിടെ കാണിക്കാൻ? അടുത്ത തെരഞ്ഞെടുപ്പിന് ഇയാളെ വീണ്ടും ഇറക്കാൻ പറ്റും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട്? ഇയാൾ കാണിക്കുന്ന മുഴുവൻ എന്താ? എല്ലാം സത്യത്തിൽ എന്താ കാണിക്കുന്നത്?
ഈ ഒന്നാമത്തെ കാര്യം BJP-യുടെ ഓഫീസിന് മുമ്പിൽ കയറി ചെല്ലുന്നിടത്ത് രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഈ പാർട്ടിയുടെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ എന്നേ BJP ഈ തോറ്റു ഇദ്ദേഹത്തിന് പാർട്ടി പ്രസിഡന്റ് ആകാൻ വയ്യാത്തതുകൊണ്ട് 90 വയസ്സായ കാർഗെ പിടിച്ച് പ്രസിഡന്റ് ആക്കി. അതൊക്കെ നമ്മൾ KC ഗവൺമെന്റ് പ്രസിഡന്റ് ആക്കിയാൽ മതിയായിരുന്നു, കുഴപ്പമൊന്നും സംഭവിക്കില്ല. ഇവരെക്കാളും ഭംഗിയായിട്ട് KC ഗവൺമെന്റ് കൊണ്ടു. അല്ലെ, എന്തുകൊണ്ട് തരൂരിനെ ആക്കിയില്ല? തരൂരിനെ ആക്കി കഴിയുമ്പോൾ ഇത് കാര്യങ്ങൾ ഓടത്തില്ല. ഇയാൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഈ പാർട്ടിയും കാണത്തില്ല, ഇതേ കാണത്തില്ല. അതൊക്കെ തരൂരിന്റെ കയ്യിൽ. കാരണം അത്രയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ ജനകീയനാണ്, മിടുക്കനാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഒന്ന് ആക്കി നോക്ക്, അപ്പോൾ അറിയാം. അത് ആക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വേണ്ടത് ഒരു പാവയാണ്. അത് അതിന് തരൂരിനെ കിട്ടില്ല. അത് കോൺഗ്രസിന്റെ ഒരു കൾച്ചറാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് MA ജോൺ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടോ, ഇന്ദിരാഗാന്ധി ഈ നെഹ്റുവിനും ശാസ്ത്രിക്കും ശേഷം ഒരു പൊട്ടനെ ഒരു ബുദ്ധിമാനെ കൊണ്ടുവന്ന് പാർട്ടി ഹൈക്കമാൻഡ് മുന്നേ ഇതിൽ ആരെ വേണമെന്ന് വെച്ചാൽ പൊട്ടന മതി എന്ന് പറയുന്നു. എടുക്കാൻ പോയിക്കോട്ടെ, ശല്യം ഭാവിയിലോ നമുക്ക് ഭീഷണിയാവും. സത്യമാണത്. രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷം സീതാറാം കേസരി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ 4 പേര് കൂടി പിടിക്കണമായിരുന്നു. അവസാനം പ്രസിഡന്റ് മാറ്റി എങ്ങനെയെന്ന് അറിഞ്ഞൂടെ, അയാളെ തൂക്കിയെടുത്ത് മുറിക്കകത്ത് പൂട്ടിയിട്ട് അയാളെ ഇറങ്ങൂല എന്ന് പറഞ്ഞു. തൂക്കിയെടുത്തോണ്ടൊന്ന് വേറെ മുറിക്കകത്തിട്ട് പൂട്ടി. അതിന് സോണിയാഗാന്ധി കൊണ്ടുവന്ന് സോണിയാഗാന്ധി എന്നിട്ട് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നരസിംഹറാവ് പ്രസിഡന്റ് ആയിരുന്ന പകരം ഗംഭീരമായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ഭംഗിയായ കാര്യങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ ഇന്നത്തെ ഈ ഒരു അവസ്ഥ, ഇന്ത്യ നമ്മളിന്ന് സാമ്പത്തികമായൊക്കെ തന്നെ വളരെ മുന്നിലെത്തിയ പരിഷ്കാരങ്ങളാണ്. കെ കരുണാകരൻ പ്രസിഡന്റ് ആണ്ടാണ് ആ സമയത്താണെന്ന് തോന്നുന്നു അദ്ദേഹത്തെ വെട്ടിയെന്ന്. അപ്പോൾ എന്താണെങ്കിലും ശരി, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് മുങ്ങുന്ന ഒരു പരിപാടിയാണ് പ്രതിപക്ഷ നേതാവ്. നമ്മൾ ഓർക്കുക, നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. ഈ കസേരയിൽ നിന്നുള്ള വേറെ ഒരുപാട് മഹാരഥന്മാരുണ്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു. വാജ്പേയി ഒക്കെ പോലെയുള്ള ഇവിടുത്തെ മലയാളി നമ്മൾ CM സ്റ്റീവൻ അവിടെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നിട്ടുണ്ട്. അവരെല്ലാം അതിശക്തമായി ആഞ്ഞടിക്കുമായിരുന്നു ഭരണത്തിൽ. ഇവർ പ്രസംഗം എണീക്കുമ്പോഴേ മറ്റവർക്ക് പേടിയാണെന്ന് പറയും. ആ ഒരു അവസ്ഥയിലേക്ക് പകരം ഇദ്ദേഹം ഈ മൊത്തത്തിൽ ഈ കോമഡി ലൈനിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ല, ഇങ്ങനെ വന്നിറങ്ങുന്നു, ഒരു വിഷയം എടുത്തിടുന്നു, അതിന് മറ്റുള്ളവർ മറുപടിയും കൊണ്ടുവരുമ്പോൾ പുള്ളി ആ വിഷയം കളഞ്ഞ് സ്ഥലം വിടുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. പിന്നെ കടലിൽ ചാടുന്നു, തമിഴ്നാട്ടിൽ പോയി തൈര് മറ്റേ പാചകം, ഭയങ്കര ട്രോളായിട്ട് മാറി. പിന്നെ പിള്ളേരുടെ കൂടെ കടലിൽ ചാടുന്നു, അതിലൂടെ ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, അങ്ങോട്ട് ഓടുന്നു, താഴെ വീണ കന്യാസ്ത്രീയുടെ ചെരുപ്പെടുത്ത് കൊടുക്കുന്നു. ഇതൊക്കെയാണ് പുള്ളിയുടെ പരിപാടികൾ. ഇതൊക്കെ ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി. ആളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ്സ്മാൻ ആയിരിക്കണം ഇന്ത്യയിലെ പ്രധാനമന്ത്രി. പാർട്ടി പാർട്ടിയുടെ നേതാവിനെങ്കിലും ഇദ്ദേഹം കണ്ടുപിടിക്കും. അഭിജിത്ത് അയാളൊക്കെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയാണ്. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഈ പാർട്ടിയൊക്കെ നയിക്കുന്ന പോലെ ഒരു ജനകീയ മുന്നേറ്റം നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് എപ്പോൾ സാധിക്കുന്നു അന്ന് മാത്രമേ അയാൾ ഈ നാട് ആഗ്രഹിക്കുന്നുള്ളൂ, അല്ലേ? അതായത് തിരിച്ചു വന്നത് കാര്യമായി. ഇനി അദ്ദേഹം മുങ്ങിക്കളയൊന്നും അറിയാൻ പറ്റില്ല. പാർലമെന്റ് അടുത്ത സെഷൻ തുടങ്ങാനുള്ള സമയമായെന്നൊരു സംശയമുണ്ട്. എന്തായാലും അതിനുമുമ്പെങ്കിലും വന്നു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. എന്താണെങ്കിലും BJP-ക്കാർ ചോദിക്കാഞ്ഞിരുന്നു അദ്ദേഹം ലാൻഡ് ചെയ്യാൻ. BJP-ക്കാർ ഇന്ന് ചോദിച്ചതേ ഉള്ളൂ, എവിടെ രാഹുൽ ഗാന്ധിയെ കാണാനില്ല, ഒരു കേസ് കൊടുക്കാൻ അങ്ങോട്ട് പോകാൻ. അപ്പോൾ പണ്ട് മുകേഷിനെതിരെ കേസ് കൊടുക്കാൻ പോയത്, മുകേഷിനെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. അവിടെ ഇരുന്ന് SHO അത് മേടിച്ച് പരാതിയുടെ രസീതും കൊടുത്തു വിട്ടു. പോരെ ബഹളം എന്ന് പറഞ്ഞതുപോലെയുണ്ട്. എന്താണെങ്കിലും ശരി, ഈ രാഹുൽ ഗാന്ധി എവിടെ പോയി എന്നുള്ള ആ ശങ്കകൾക്കൊക്കെ വിരാമമായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം എങ്ങോട്ടാണ് പോയതെന്നും എന്തിനാണ് പോയതെന്നതിനെ കുറിച്ച് ആർക്കും ഒരു അറിവുമില്ല. പക്ഷേ ഇവർക്ക് അറിയണം മോദി എങ്ങോട്ടാണ് പോയത്, എന്തിനാണ് പോയത്. മോദി അത് കൃത്യമായിട്ട് പോകുന്നുണ്ട്. അദ്ദേഹം അത് പോയതിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട്.